കൊയിലാണ്ടിയിൽ ആദ്യത്തെ പ്രാവശ്യമാണ്. അതുകൊണ്ട് അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. ആദ്യമായിട്ട് വരെ കൊയിലാണ്ടി വഴി പോയിട്ടുണ്ട്. എനിക്ക് കൊയിലാണ്ടി എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ പണ്ട് പറയുന്ന ഒരു ചെറിയൊരു പഴഞ്ചൊല്ല മറ്റുമാണെന്ന് തോന്നുന്നു. അന്ന് ഈ കൊയിലാണ്ടി അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നിങ്ങൾ കേട്ടിട്ടോ അറിയില്ല, എന്റെ അച്ഛൻ പഴയങ്ങാടിക്കാരനാണ്. സോ ഐ ബിലോങ് ഹിയർ, മൈ മദർ ബിലോങ്സ് ടു കൊടുങ്ങല്ലൂർ. മേക്ഷിയാക്കളായതുകൊണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ പറയുമെങ്കിൽ എന്റെ ഹാർട്ട് എപ്പോഴും പഴയങ്ങാടിയിലാണ്. ആൻഡ് ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പഴയങ്ങാടിക്ക് പോകാൻ ഒരു പരിപാടിയാണ്. ഐ ഹാവ് അതർ ഫങ്ഷൻസ്. അപ്പൊ അച്ഛൻ പറയും, കൊച്ചിയിൽ നിന്ന് കാക്ക പാറി, കൊയിലാണ്ടി കൂടുതു, കണ്ണൂർ മുട്ടയിട്ടോ എന്ന് പറഞ്ഞൊരു പഴയൊരു കഥ പറയും. അപ്പൊ അത് ആ ഒരു നമ്മളെ നോർത്ത് സൗത്ത് അതിന്റെ ആ ഒരു വിട്ടിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ലെങ്തിനെ പറ്റി പറയുന്നത് ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്. എന്റെ മനസ്സിൽ കൊയിലാണ്ടി വല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലെ കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. മൈ സൺ ഇസ് നൗ മാരീഡ് ടു മൈ ഡോട്ടർ ഹൂ ഇസ് അറ്റ് തലശ്ശേരി. അപ്പൊ തലശ്ശേരിക്കുള്ള പോകുമ്പോ കുറച്ചധികം പോകും. അപ്പൊ ഈ എപ്പോഴും നമ്മൾ കൊയിലാണ്ടി കാണുമെങ്കിലും കൊയിലാണ്ടി നിർത്തിയിട്ടില്ല. അത് ആദ്യത്തെ ഒരു വിസിറ്റ് ആണ്. അഡ്വക്കേറ്റ് വിനോദ് കുമാർ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാലിക്കറ്റ് ഒരു ഫംഗ്ഷന് പോയ സമയത്ത് ഐ വാസ് ഇൻ വൺ ഓഫ് ദി ഹോട്ടൽസ്. അപ്പൊ അദ്ദേഹം എന്നെ രാവിലെ കാണാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ഫംഗ്ഷന് വരാൻ പറ്റും. ഇതായിരുന്നില്ല അല്ലെ, വേറൊരു ഫംഗ്ഷൻ ആയിരുന്നു. അദ്ദേഹം ശരിക്കും വരാൻ സാധിച്ചിരുന്നില്ല. യു ആർ ട്രൈങ് ടു പ്ലാൻ സംതിങ്, സീക്വൻസിൽ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. എന്താണ് എനിക്ക് ഈ ഒരു വലിയ ഭാഗ്യം കിട്ടിയത്, വലിയൊരു ഭാഗ്യം തന്നെയാണ്. കൃഷ്ണനായർ സ്വാമിയെ പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തലശ്ശേരി കൊയിലാണ്ടി അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും കൊയിലാണ്ടി ഒരു സ്ഥിരം ഫീച്ചറായിരുന്നു. കൊയിലാണ്ടിയെ പറ്റി പറയുന്ന സമയത്ത് വാസ്കോഡ ഗാമ എവിടെ ഇറങ്ങി എന്നുള്ളതൊരു വലിയ കോൺട്രവേഴ്സിയാണെന്ന് എനിക്കറിയാം. കാപ്പാട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും എന്റെ വിശ്വാസം അത് കൊയിലാണ്ടിയിൽ ഇറങ്ങിയതാണ്. എന്റെ വിശ്വാസമാണ്. സയന്റിഫിക്കലി ഹിസ്റ്റോറിക്കലി ചില ബുക്സിലൊക്കെ ഹിസ്റ്റോറിക്കലി അതാണ് ശരി. കാരണം അന്ന് ഫോർട്ട് കൊയിലാണ്ടിയിൽ മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും കൊച്ചി കൊയിലാണ്ടിയും പറയുന്ന രണ്ട് ഫോർട്ടിനെ പറ്റിയായി. ഒരു സാറ്റർഡേ വൈകുന്നേരം ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തുക എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പം എന്താ അറിയും, ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഈ കോളേജിലൊക്കെ ഒരു ഫ്രൈഡേ ഈവനിങ്ങിലെ ലാസ്റ്റ് ക്ലാസ് നടത്തുന്ന പോലെ ആ പ്രൊഫസർ ഒന്ന് നിർത്തി പോയാൽ വീട്ടിൽ പോകാമല്ലോ എന്ന് ചിന്തിച്ചു. അപ്പൊ ഇപ്പൊ 4 മണി ആയി തുടങ്ങി. നിങ്ങൾ യു ഹാഡ് ഓൾറെഡി എക്സിക്യൂട്ടഡ് ഇമെൻസ് പേഷ്യൻസ്. നിങ്ങൾ ഇത്രയും നേരോട് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഏതായാലും ഞാൻ ഇന്നിപ്പോ ഇവരുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ശങ്കരനായർ സാറെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ചില ഫോട്ടോഗ്രാഫ്സിന് വേണുനായർ സാറിനൊക്കെ എനിക്ക് തുടങ്ങുന്നറിയാം. കുറച്ച് ആൾക്കാർ അവിടെ പ്രാക്ടീസ് ആയിട്ട് ഓർമ്മയുണ്ട്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മള് ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച തൃശ്ശൂർ ബാർ അസോസിയേഷന്റെ ഫംഗ്ഷനിലാണ്. അന്നാണ് എന്റെ സാർ ഒരു കുഴിയിൽ കൊണ്ട് ആരംഭിച്ചത്. അതൊരു വലിയ ഫേമസ് ഡേ ആണ്. അപ്പോ നമ്മൾ സീനിയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം നോക്കിയത് ഇവിടുത്തെ സീനിയേഴ്സ് ആരൊക്കെയാന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ആരാന്നാണ്. കാരണം ഞാനിപ്പോ പ്രൊഫഷണൽ വന്നിട്ട് ഞാൻ 34 കൊല്ലം, അതിൽ 26 കൊല്ലം അഡ്വക്കേറ്റ് ആയിട്ടും 8.5 കൊല്ലത്തോളം ഞാനിപ്പോ ജഡ്ജായിട്ടും. പക്ഷേ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ട്രഡീഷൻ ഡ്രിവൺ ആണ്. എപ്പോഴും നമ്മള് നോളജ് ഡ്രിവൺ മാത്രമല്ല. നമുക്ക് നോളജ് വേണ്ടെന്നല്ലാട്ടോ പറഞ്ഞു, യു റിക്വയർ എ ലോട്ട് ഓഫ് നോളജ്, സ്കില്ല് വേണം. പക്ഷേ സ്കില്ല് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫഷന്റെ ഒരു വലിയൊരു ഒരു യുണീക്നെസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്രിവൺ ബൈ എക്സ്പീരിയൻസ് ആൻഡ് ബൈ എ ലോട്ട് ഓഫ് ഗൈഡൻസ്. അപ്പൊ നിങ്ങൾ നിയമമൊക്കെ പഠിച്ചു, ബൈ ഹാർട്ട് പഠിച്ചു, എല്ലാം അറിയാം, എല്ലാ നിയമങ്ങളും അറിയാം, പുതിയ BNS ഉൾപ്പെടെ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങള് ലോയറിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അത് ആ നോളജിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു സിംപ്ലി സ്പീക്ക് ഔട്ട്. അല്ലെ, നമ്മളിപ്പോ ഒരു പ്രൊഫഷനിൽ തുടങ്ങുന്ന സമയത്ത് എല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വരുന്ന ഒരാളും ചിലപ്പോൾ പ്രൊഫഷനിൽ ആദ്യത്തെ ദിവസം യു മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് ദാറ്റ് സ്കിൽ. അപ്പൊ നമ്മളൊരു ട്രഡീഷൻ ഡ്രിവൺ ആണ്. നമ്മള് കൊല്ലങ്ങളായിട്ട് നമ്മൾ പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ പഠിച്ചു വന്നതും കേട്ടു വന്നതുമായ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അത് വളരെയധികം നമുക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. കാരണം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് വി ഹാഡ് എ വെരി ബ്രില്യന്റ് കൈൻഡ് ഓഫ് ഒരു സീനിയർ ബാറുള്ള ഒരു കാലത്തായിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ അവരെ കണ്ട് ഇൻസ്പയർഡ് ആയി. എന്റെ മനസ്സിലുണ്ട് ഞാൻ ആരെ പോലെ ആവണം. എന്റെ അച്ഛനായിരുന്നു എന്റെ ഗുരുവെങ്കിൽ കൂടി ഞാൻ ആസ് എ ലോയർ എനിക്ക് ആരെ പോലെ ആവണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ അച്ഛനായിരുന്നില്ല പറഞ്ഞത്. ഐ യൂസ് ടു ടോക്ക് അബൌട്ട് വാര്യർ സാറിനെ പറ്റി സംസാരിക്കും, TRT വാര്യർ. അപ്പൊ നമ്മുടെ മുമ്പിൽ അത്രയധികം അന്നത്തെ സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് യു ആർ ഏബിൾ ടു കണ്ടുപോലും നമുക്ക് എക്സാമ്പിൾസ് ഒന്നും അവര് ദേ വർ ലീഡിംഗ് ബൈ എക്സാമ്പിൾസ്. അവര് ബ്രില്യന്റ് ലോയേഴ്സ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ശരിക്കും പറഞ്ഞ പ്രാക്ടീസ് തുടങ്ങുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഡീജനറേഷനിലെ ആർ വി ഡീജനറേറ്റിംഗ്? അതൊരു തമാശയാണ്. കാരണം എവിടെ ചെല്ലുമ്പോഴും നമ്മളിപ്പോ കേൾക്കുന്ന ഒരു കാര്യം, ഈ പ്രൊഫഷണൽ ഡീജനറേഷൻ
പ്രൊഫഷൻ ചീത്തയായിക്കൊണ്ടിരിക്കുന്നു, പ്രൊഫഷൻ പഴയ പോലെ അല്ല എന്ന് പറയുന്ന. പക്ഷെ അതിനോട് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞാൻ 1991 തുടങ്ങിയത്. അപ്പൊ ഒരു 34 കൊല്ലമായിരുന്നു. അപ്പൊ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്റെ സീനിയർ എന്നുള്ള നിലയ്ക്ക് ഈ തോന്നി അച്ഛൻ പ്രാക്ടീസ് തുടങ്ങിയ 1966 ജസ്റ്റിസ് ബി ആർ കൃഷ്ണസ്വാമിയുടെ കൂടെ 65 ആക്ച്വലി. അപ്പൊ അച്ഛൻ പറഞ്ഞു 65 എന്തൊരു കാലഘട്ടമായിരുന്നു, ഇപ്പോഴൊക്കെ മോശമാണെന്ന് പറഞ്ഞു. മൈ സൺ എൻറോൾഡ് 5 years ago. എന്റെ മകൻ ലോയറായി. എന്റെ മകനോട് ഞാൻ പറഞ്ഞു 1991 എന്ത് ഗംഭീര കാലമായിരുന്നു, ഇപ്പൊ ഒക്കെ മോശമായിരുന്നു. Now my son will tell his son possibly in another 20 years. അവൻ ആ കുട്ടി ലോയർ ആയിട്ടില്ല, കുട്ടി ലോയർ ആവുകയാണെങ്കിൽ he might say 2024 ഒരു ഗംഭീര കാലമായിരുന്നു, ഇപ്പോഴൊക്കെ മോശമായി. സോ ഇത് സബ്ജക്റ്റീവ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇതിലൊരു there is one thing that I want to tell you, particularly the junior part. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാക്ടീസിൽ നിൽക്കുന്നത് നമ്മുടെ സീനിയറിന് വേണ്ടിയിട്ടോ നമ്മുടെ ലോ ഓഫീസിന് വേണ്ടിയിട്ടോ അല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആരുടെ കൂടെയാണെങ്കിലും, അത് നിങ്ങളുടെ സീനിയർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എക്സലൻസ് ആണ്. കാരണം ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് എ സെൽഫ് മെയ്ഡ് ആണ്. ഇപ്പൊ പ്രൊഫഷനിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് what you are aiming for is an excellence to yourself. അപ്പോ നിങ്ങളിപ്പോ ഒരു സീനിയറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സീനിയറിന് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്, യു ആർ വർക്കിംഗ് ഫോർ യുവർ സെൽഫ് വിത്ത് ദ സീനിയർ. അവിടെയാണ് ആ സീനിയർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്റർനെറ്റ് കഫേ പോലെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ആണെന്ന് വെച്ചോളൂ. നമുക്ക് എന്ത് ഇൻഫർമേഷനും വാട്ട് എവർ യു വോണ്ട് ടു ഹാവ്, പുതിയ നിയമത്തിന്റെ ആവാം, പ്രസിഡൻസിന്റെ ആവാം, ജുഡീഷ്യൽ അനൗൺസ്മെന്റ്സിന്റെ ആവാം, യു ഓൺലി ഹാവ് ടു ഗോ ടു ദി ഇന്റർനെറ്റ് ആൻഡ് ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ. അല്ലേ, ഇൻഫർമേഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചിലപ്പോൾ ഞാൻ പോലും അറിയാത്ത ജഡ്ജ്മെന്റ്സ് എന്റെ കൂടെ ഇരിക്കുന്ന ജൂനിയർ മോസ്റ്റ് ഇന്നലെ വന്ന് ലോ കോളേജിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വി ഹാവ് ലോ റിസർച്ചേഴ്സ് ഫോർ ദാറ്റ്. അപ്പോ ഈ ഇൻഫർമേഷൻ കിട്ടാൻ ഇത്ര എളുപ്പമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാന്നൊരു ചോദ്യം വരില്ല. അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മളില്ലാതെ പ്രൊഫഷൻ ഇല്ല. ദർ ഇസ് നോ പ്രൊഫഷൻ വിത്തൗട്ട് ലോയേഴ്സ്, ദർ ഇസ് നോ പ്രൊഫഷൻ വിത്തൗട്ട് ലോ ക്ലാസ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇതില് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ 1+1 ചോദിച്ചാൽ അതിന്റെ ആൻസർ എപ്പോഴും 2 ആയിരിക്കും. ഇറ്റ് വർക്ക്സ് ഓൺ എ ബൈനറി ലാംഗ്വേജ്. അപ്പൊ എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിനോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് 1+1, യു ടൈപ്പ് ഇറ്റ്, ഇറ്റ് വിൽ ഓൺലി ഗിവ് യു 2. ബട്ട് എ ലോയർ മേ ടേക്ക് 1+1 ആസ് ബീങ് 11. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പോസിബിലിറ്റീസ് ആണ്. നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ മെഷീൻസ് എന്ന് പറയുന്നത്. മെഷീൻസ് ആർ നോട്ട് ഹിയർ ടു ഗൈഡ് യു, ഐ എം സോറി, ഗവേൺ യു. അറ്റ് ദി ബെസ്റ്റ് മെഷീൻസ് ക്യാൻ അസിസ്റ്റ് യു. അപ്പൊ നമ്മുടെ ബുദ്ധിയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബുദ്ധിയാണ് നമ്മൾ എപ്പോഴും എന്റർപ്രൈസിൽ ഉപയോഗിക്കുന്നത്, അതായത് ഈ ലീഗൽ പ്രൊഫഷനിൽ ഉപയോഗിക്കുന്നത്. അതിനൊരു കാരണം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലംസ് ഒന്നും മെക്കാനിക്കൽ പ്രോബ്ലംസ് അല്ല. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രോബ്ലം കമ്പ്യൂട്ടർ പ്രോബ്ലം അല്ല. What is brought to us, to our information, to our execution is a human problem. അപ്പൊ ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ ഇവോൾവ് ചെയ്യാൻ നോക്കുന്നതും റിസോൾവ് ചെയ്യാൻ നോക്കുന്നതും നമ്മൾ ഹ്യൂമൻ ഇൻസ്റ്റിങ് വെച്ചിട്ടാണ്. അതിനെ നമുക്ക് ഈ പ്രൊഫഷനിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റി സാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് ഈ സത്യം പറഞ്ഞ ഈ ടെക്നോളജിയിലേക്ക് നമ്മൾ ഇത്രയധികം നമ്മൾ ഫോഴ്സ്ഡ് ആയത്. കോവിഡിന് മുമ്പ് സത്യം പറഞ്ഞ ഇങ്ങനെ നമ്മൾ ടെക്നോളജിയെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. 2000-ന് മുമ്പുള്ള കോടതി 2000 കഴിഞ്ഞുള്ള കോടതി രണ്ട് തന്നെയാണ്. ഇത്രയധികം ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ ഇത്രയധികം ഡിവൈസസും കോടതിയിൽ കണ്ടത് അപ്പോഴാണ്. എന്റെ ഒന്നും കോടതിയിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പോലും 2000-ന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ വലിയൊരു കമ്പ്യൂട്ടർ ബഫുമല്ല. ഐ എം ഗുഡ് അറ്റ് കമ്പ്യൂട്ടേഴ്സ്, ബട്ട് ഞാൻ ആ കമ്പ്യൂട്ടർ വെച്ച് മാത്രം ജീവിക്കുന്ന ഒരാളല്ല. പക്ഷേ കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ BC, ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് പോലെയാണ്. ബിഫോർ ക്രൈസ്റ്റ് ഒക്കെ മാറിയപ്പോ PC മീൻസ് ബിഫോർ കോവിഡ്. അപ്പൊ ആ ഒരു ഡിസ്റ്റിങ്ഷൻ വല്ലാതെ വന്നു കഴിഞ്ഞിരിക്കും. And I'm sure you have also seen that. The difference between the pre-COVID era and the post-COVID era, unbelievable. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് pre-COVID ഉള്ള കുട്ടികളോട് നമ്മൾ എന്താ പറയാ, അവർക്ക് ഡിവൈസസ് കൊടുക്കരുത്, ഇന്റർനെറ്റ് കൊടുക്കരുത്, കമ്പ്യൂട്ടേഴ്സ് കാണിക്കരുത്, കളിക്കാം വൈകുന്നേരം എന്ന് പറയുന്ന കുട്ടികളോട് നമ്മള് കോവിഡ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? എല്ലാവർക്കും നമ്മൾ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികൾ, എല്ലാവർക്കും കമ്പ്യൂട്ടർ കൊടുക്കേണ്ട ഗതികൾ, എല്ലാവർക്കും ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ഗതികൾ. Now they can't study without this. Whole world has changed. ഓബ്വിയസ്ലി നമ്മൾ മാറേണ്ടി വരുമായിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ എന്റർപ്രൈസിനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമല്ല. അറ്റ് ദി ബെസ്റ്റ് ഇറ്റ് ക്യാൻ അസിസ്റ്റ്. അതൊരു വലിയൊരു മെസ്സേജ് ആണ്. കാരണം അവിടെയാണ് ഞാൻ again I come back to that first point I was saying, who is a senior എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് ഇത്രയും സീനിയർ ആയിട്ട് ഒരാളെ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ കമമറേഷൻ നടത്തുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രൊഫഷൻ വർക്ക്സ് ഓൺ സർട്ടൻ സെറ്റ് സ്കിൽസ്. ഈ സ്കിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓവർ ദ ഇയേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്.
ഒരു പ്രൊഫഷണൽ, ഒരു ലോയർ, അത് ഡോക്ടർ ആയാലും ശരി, എനി പ്രൊഫഷണൽ, നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യുന്ന ദിവസത്തെ ആ ജോലി ആയിരിക്കില്ല നിങ്ങൾ അടുത്ത ദിവസം ചെയ്യും. യുവർ സ്കിൽസ് വിൽ ചേഞ്ച്, യുവർ കപ്പാസിറ്റി വിൽ ചേഞ്ച്, യു വിൽ ഓഗ്മെന്റ് യുവർ മെത്തേഡ്സ് ടു സച്ച് എക്സ്റ്റെന്റ്. പക്ഷെ അതിന് വേണ്ടത് എന്താ? നമ്മുടെ മുമ്പിൽ വേണ്ടത് ഈ ട്രഡീഷൻ ബേസ്ഡ് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഫ്ലാഷ് ലൈറ്റ് പോലെ നമ്മുടെ മുമ്പിലെ ലൈറ്റ് തുറന്നു തരാൻ, ആ വഴി തുറന്നു കാണിക്കാനുള്ള സീനിയർ നമുക്ക് ആവശ്യം. അതിന് കാരണം പറഞ്ഞുതരാം. എനി പ്രൊഫഷൻ, ഐ മീൻ എനി പ്രോബ്ലം ദാറ്റ് യു ഗെറ്റ്, ഇപ്പൊ നിങ്ങളൊക്കെ പ്രാക്ടീസിങ് കൗൺസിലാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾ ഒരു പ്രാവശ്യം അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷൻ കിട്ടും. യു അനലൈസ് ഇറ്റ് അഗൈൻ, ടേക്ക് ഇറ്റ് ഫ്രം മീ, you will get a second solution. You analyze it 3 times, you will get the third solution. You analyze it the 4th time, you might get a 4th solution. And angana nokkanengil the solutions that you can see would be possibly endless. പക്ഷേ ഇവിടെയാണ് ഒരു ലോയറിന്റെ കഴിവെന്ന് പറയുന്നത്. നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കും, നമ്മൾ പോകുന്ന സ്ഥലം നമുക്കറിയാം. എനിക്കിപ്പോ ഐ വോണ്ട് ഗോ ടു പയ്യന്നൂർ എന്ന് എനിക്കറിയാം. എന്റെ മുമ്പിലുള്ള വഴികള് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ബാക്ക് എല്ലാം ആവാം. അതിൽ ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഡെസ്പിറേഷൻ ആണ്. ഞാൻ ഈ ജംഗ്ഷനിൽ നിന്ന് തിരികെ പുറകോട്ടാണ് പോകുന്നതെങ്കിൽ ഐ മേ നോട്ട് റീച്ച് വാട്ട് പയ്യന്നൂർ. പക്ഷെ എന്റെ മുമ്പിൽ പല പല വഴികൾ ഒരേ സ്ഥലത്തേക്ക് ഉണ്ടെങ്കിലോ, നമ്മുടെ മുമ്പിൽ ഒരു ജംഗ്ഷൻ ആണ്, ലെഫ്റ്റ് പോയാൽ ഒരു വഴി, റൈറ്റ് പോയാൽ ഒരു വഴി, ബാക്കിൽ പോയാൽ ഒരു വഴി, ഫ്രണ്ട് പോയാൽ പയ്യന്നൂർ എന്നാണെങ്കിൽ പ്രശ്നമൊന്നും. ദർ ഇസ് ഓൺലി വൺ സൊല്യൂഷൻ. പക്ഷെ നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയല്ല. നമ്മുടെ പ്രൊഫഷനിൽ ഒരു പ്രോബ്ലം, ഒരേ സ്ഥലത്തേക്ക് ചിലപ്പോൾ 5-6 വഴികൾ കാണും. ഈ 5-6 വഴികളിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ലോയർ, ശരിക്കുള്ള ആ ഒരു പ്രൊഫഷണൽ സ്കിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് വൈ നമ്മൾ ചില വക്കീലന്മാരെ എന്തുകൊണ്ട് ഓർക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് ചില ആൾക്കാരെ നമ്മൾ ഡോയൽ ഓഫ് ദ ബാർ എന്ന് വിളിക്കുന്നു. ദർ ആർ സോ മെനി ലോയേഴ്സ്. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന 5-10 പേര് എല്ലാ കാലത്തും നമ്മൾക്ക് ഓർമ്മ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വാര്യർ സാറിന് ഞാൻ പേര് പറഞ്ഞു, ദാറ്റ് ഇസ് TRG വാര്യർ, TR ഗോവിന്ദ വാര്യർ സാറിന്. എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇത്രയധികം ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വളരെ സിമ്പിൾ ആണ്. ഐ ഹാവ് സീൻ ദാറ്റ് സ്കിൽ ഇൻ ഹിം വിച്ച് ഇസ് ഇൻകംപാരബിൾ ടു മെനി അതേഴ്സ്. ആ സ്കിൽ എന്ന് പറയുന്നത് ഷിയർ ഡിന്റ് ഓഫ് ഹാർഡ് വർക്ക് ആണ്. ഇന്റലക്ച്വലി നമ്മൾ ആരും മറ്റൊരാളെക്കാളും കുറവല്ല. വി ആർ ഈക്വൽ. നമ്മുടെ ബ്രെയിൻസ് എടുത്ത് വെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ there won't be much of a difference at all. പക്ഷെ ആ ഷിയർ സ്റ്റിന്റ് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താ അറിയും? നമ്മുടെ മുമ്പിലുള്ള പല വഴികളിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വഴി നമ്മുടെ കക്ഷിക്ക് വേണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു തന്ന ഒരു വലിയൊരു ഫിലോസഫി ഉണ്ട്. അന്ന് എനിക്കത് മനസ്സിലായില്ല. നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. He said every litigation is like playing chess. എന്റെ അച്ഛനോട് പറഞ്ഞൊരു കാര്യമാണ്. ഐ റിമെമ്പർ ദിസ് വെരി ഡിസ്റ്റിങ്ക്ട്ലി. നമ്മൾ മൂവ് ചെയ്യുന്ന ഫസ്റ്റ് പോൺ അത് എന്താണെന്ന് ഇപ്പൊ നമ്മളൊരു വിശ്വനാഥൻ ആനന്ദിന്റെ കൂടെ നമ്മൾ ഒരു ചെസ് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൂവിൽ അദ്ദേഹം തീരുമാനിക്കുന്നത് നിങ്ങൾ തോറ്റോ ജയിച്ചോ. അത്രയ്ക്ക് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ചെസ് കളിക്കുന്നത് പോലെ നമ്മുടെ മൂവ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എവറി മൂവ് യു മേക്ക് അത് എത്ര ഇൻസിഗ്നിഫിക്കന്റ് ആണോ സിഗ്നിഫിക്കന്റോ ആയിക്കോട്ടെ, എവറി മൂവ് യു മേക്ക് ഡിറ്റർമിൻസ് ദ വേ യു ഫൈനലി എൻഡ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ഒരു സീനിയർ ആരാന്നുള്ളത് മനസ്സിലാവുന്നത്. സീനിയർ ഇസ് എ പേഴ്സൺ ഹു ഹസ് വാക്ക്ഡ് ദാറ്റ് വേ മച്ച് ബിഫോർ യു. നടന്നു എന്ന് മാത്രമല്ല, ആ വഴിയിലുള്ള എല്ലാ പിറ്റ്ഫോൾസും എല്ലാ കുഴികളും ചിലപ്പോൾ വീണിട്ടുണ്ടാവാം, അതിന് കയറി വന്നിട്ടുണ്ടാവാം, മുന്നോട്ട് പോയ ഒരാളാണ്. ഹി ഹാസ് ലേൺ ബൈ എക്സ്പീരിയൻസ് ആൻഡ് ഇഫ് ഹി ഗൈഡ്സ് യു, നമ്മുടെ മുമ്പിൽ ഒരു സീനിയർ നമ്മളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വളരെ 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 എളുപ്പമാണ്. കാരണം നോളജ് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്റർനെറ്റ് തരും, പക്ഷെ ആ സ്കില്ല് ഒരു കാരണവശാലും ഇന്റർനെറ്റ് തരും. ഇന്നലെ നമ്മൾ വളരെ സങ്കടകരമായ കാര്യം കണ്ടു. ഒരു ബസ് കൊക്കയിലേക്ക് വീണു. കാരണം ഗൂഗിൾ നോക്കി. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഇപ്പോഴത്തെ കുട്ടികൾ പറയും ഇപ്പൊ എന്താ പ്രശ്നം, ഗൂഗിൾ ഉണ്ടല്ലോ, മാതാപിതാ ഗുരുദേവം മാറി മാതാപിതാ ഗൂഗിൾ ദേവം എന്ന് പറയുന്ന ഒരു ജനറേഷൻ വരികയാണ്. അത് ശരിയല്ല. കാരണം ഗൂഗിൾ ക്യാൻ നെവർ ടേക്ക് യുവർ ഗുരു. കാരണം ഗുരു എന്ന് പറയുന്നത് ആ ഹ്യൂമൻ എലിമെന്റ് ഉള്ള ഒരാളാണ്. ഞാനിത് ഇത്രയും എംഫസൈസ് ചെയ്യാൻ കാരണം, എന്റെ ബ്രദർ നിസാർ അഹമ്മദിന് അറിയാം. നമ്മൾ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിലൊക്കെ നമ്മളിപ്പോ when we go to take classes അല്ല, when we speak as resource persons, എന്നോടൊക്കെ തന്നെ ടെക്നോളജിയെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാനും ജസ്റ്റ് രാജ വിജയരാഘവൻ വരെ. അപ്പൊ രാജ ഒരു ടെക്നോളജി ബേസ്ഡ് പേഴ്സൺ ആണ്. വളരെയധികം ഹി വാസ് എൻ എഞ്ചിനീയർ, സോ ഹി ലൈക്സ് ഹിസ് കമ്പ്യൂട്ടർ. കയ്യിൽ മുഴുവൻ കമ്പ്യൂട്ടേഴ്സ്. എന്റെ മേത്ത് ഒന്നുമില്ല, എന്റെ അടുത്ത് ഫോൺ പോയിട്ടില്ല. സോ ഹി വുഡ് ടോക്ക് അബൌട്ട് ദീസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദി ബെനിഫിറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് എപ്പോഴും ആ ഹ്യൂമൻ എലിമെന്റ് എന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ പ്രോബ്ലംസ് ആൻഡ് റെസൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ആ ഹ്യൂമൻ ഇന്റലക്ട് തന്നെ വേണം ഇത് ചെയ്യാൻ. വേറൊരു വഴിയില്ല. കാരണം
പലപ്പോഴും ഹ്യൂമനിസം എന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടേഴ്സിനുണ്ടോ? ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി ഒരാള് ഒരു ബ്രെഡ് മോഷ്ടിച്ചു എന്നാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എഴുതുന്നതെങ്കിൽ ആ മോഷണമായിട്ട് മാത്രമല്ലേ കമ്പ്യൂട്ടർ കാണുന്നുള്ളൂ. മനുഷ്യൻ അങ്ങനെയാണോ? അയാൾ മോഷ്ടിച്ചത് അയാളുടെ കുട്ടി വിശന്നിരിക്കുന്നു, അയാൾക്ക് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ നമ്മൾ ശിക്ഷിക്കൂ? Nobody will do that. അപ്പൊ ആ ഒരു ലേസ്ഡ് ബൈ ഹ്യൂമനിസം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ്. നമ്മുടെ പ്രൊഫഷണൽ പ്രിൻസിപ്പിൾസിന് ഒരു വളരെ ഫോർമോസ്റ്റ് അതാണ്. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഒരു സീനിയർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഗൂഗിൾ ആണ് ചോദിച്ചതെങ്കിൽ ഗൂഗിളിൽ ഗിവ് ദ ഷോർട്ടസ്റ്റ് വേ, പക്ഷെ അത് ഏറ്റവും എക്സ്പീരിയൻസ് വേ ആണെന്നില്ല. ഈ കുഴികളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് കോഴിക്കോടേക്ക് വന്നത്, ഞാൻ ഇന്നലെ വന്ദേഭാരതത്തിലാണ് ഇതുവരെ റോഡ് പേടിച്ചത്, പക്ഷെ റോഡ് കൂടാണ് വന്നതെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു സേ ഇന്ന ജംഗ്ഷൻ ബ്ലോക്ക് ആണ്, ഇന്ന സ്ഥലം ബ്ലോക്ക് ആണ്, അവിടെ കുഴിയുണ്ട്, ഈ സ്ട്രെച്ച് മോശമാണ്. ഐ വിൽ ബി ഏബിൾ ടു ഗൈഡ് യു ദേർ ബിക്കോസ് ഐ വോക്ക്ഡ് ദ വേ. അപ്പൊ നമ്മുടെ സീനിയേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ പീപ്പിൾ ഹു ഹാവ് വോക്ക്ഡ് ദ വേ ദാറ്റ് യു ആർ നൗ ഗോയിങ് ടു വോക്ക്. അപ്പൊ നിങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് നിങ്ങൾ നോക്കുമ്പോൾ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു എക്സ്പീരിയൻസിന്റെ റെപ്പോസിറ്ററി ആയിട്ടുകൊണ്ട് നമ്മുടെ സീനിയർ നിൽക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഞാൻ ഏത് ബാറിൽ പോകുമ്പോഴും അവിടുത്തെ സീനിയർ മോസ്റ്റ് ആരാന്നുള്ളത് കണ്ടുപിടിക്കാറ്. സീനിയർ മോസ്റ്റ് ആരാണോ ദേ ആർ ദ ഗൈഡിംഗ് ലൈറ്റ്സ് ഓഫ് ദ ബാർ. അതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തന്നെയാണ് ആ പൊസിഷനിലേക്ക് ഇനി വരേണ്ടത്. യു ഹാവ് ടു ബി ദ സീനിയർ ഓൺ ദിസ് ഡോർസ് ഓഫ് സീനിയേഴ്സ് ആൻഡ് ദി ബെഞ്ച്. നമ്മൾ പറയുന്ന മെന്ററിംഗിന്റെ കുഴപ്പമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും നമ്മൾ പറയാണ് ഒരു ഡിജനറേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ആ മെന്ററിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. ചെറിയൊരു സമയം എടുത്ത് ഞാൻ പറയാൻ കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സലൻസ് ആയിരിക്കും. ആൻഡ് ആസ് എ പ്രൊഫഷണൽ, നിങ്ങളൊരു പ്രൊഫഷണൽ ആണെന്ന് നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ട്? വെൻ യു സേ യു ആർ എ ഗുഡ് പ്രൊഫഷണൽ, ഹാവ് യു തോട്ട് ഓഫ് ഇറ്റ്? ആലോചിച്ചിട്ടുണ്ടോ? മുഴുവൻ ഫുള്ള് ബൈഹാർട്ട് പഠിച്ച് എല്ലാ നിയമങ്ങളും അറിയുന്ന ഒരാൾ നല്ല പ്രൊഫഷണൽ ആണ്. എല്ലാ കേസും കുറെ കേസുള്ള ഒരാൾ മാത്രം പ്രൊഫഷണൽ ആണ്, ഒരു നല്ല പ്രൊഫഷണൽ ആണ്. വെരി ഈസി. നിങ്ങൾ എത്ര ബ്രില്യന്റ് ആണെങ്കിലും സൊസൈറ്റി നിങ്ങളെ നന്നായിട്ട് കണക്കാക്കിയിരിക്കും നിങ്ങൾ നല്ല ലോയർ അല്ല. എവിടെയാണ് നിങ്ങൾ നല്ല ലോയർ ആവുന്നത്? വെൻ ദ സൊസൈറ്റി റെക്കഗ്നൈസസ് യു ആസ് എ ഗുഡ് ലോയർ. അല്ലേ? ഡോക്ടറിനെ പറ്റി ആലോചിച്ച് നോക്കൂ. എത്ര മെഡിക്കൽ ഡോക്ടർ ആണെങ്കിലും സൊസൈറ്റിയിൽ ആരെങ്കിലും പറയണം അത് മോശമാണെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. സോ ഇറ്റ് ഇസ് യുവർ റെപ്യൂട്ടേഷൻ ദാറ്റ് ടേക്സ് യു ഫോർവേഡ്. ആ റെപ്യൂട്ടേഷൻ കിട്ടണമെങ്കിലോ ഇറ്റ് ഹാസ് ടു ബി എ കണ്ടിന്യൂസ് വർക്ക്, കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ്. കാരണം അവിടെ നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആരും നിങ്ങളുടെ സീനിയേഴ്സിനെ നന്നാക്കാനല്ല വർക്ക് ചെയ്തത്. യു ആർ വർക്കിംഗ് ഫോർ യുവർ സെൽഫ്. ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അഡീഷൻ ടു യുവർ സെൽഫ്, ആഡിങ് വാല്യൂ ടു യുവർ സെൽഫ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോടും പറയാറുണ്ട്, യങ് ലോയേഴ്സ് കേൾക്കേണ്ടതുമാണ്. കാരണം ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഐ ജോയിൻ ദ ബാർ ഇൻ 1991. ഇഫ് ഐ ടെൽ യു ദാറ്റ് ഐ ആം ആസ് ഗുഡ് ആസ് ഐ വാസ് ഇൻ 1991 ടുഡേ എന്ന് ഞാൻ പറയാണ്, ഇന്ന് ഞാൻ 1991 ഞാൻ എങ്ങനെയായിരുന്നു അത്രയും നല്ലതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ, ഇസ് ദാറ്റ് ഗ്രോത്ത്? ഇറ്റ് ഇസ് കംപ്ലീറ്റ് സ്റ്റാഗ്നേഷൻ. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മളുള്ളതിനേക്കാളും നല്ലതായിരിക്കണം നാളെ. യു ഷുഡ് ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ടുഡേ ദാൻ യു ആർ യെസ്റ്റർഡേ. അതാണ് കണ്ടിന്യൂസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ കണ്ടിന്യൂസ് ഗ്രോത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സീനിയർ ഏൽപ്പിച്ച ബ്രീഫ് പോയി പറഞ്ഞ് മേ ബി ടുമോറോ എന്ന് പറഞ്ഞ് വരുന്നതിന് പകരം if you are able to read that brief, whether you argue it or not is irrelevant, immaterial, because everything that you read, every experience that you get, even the moments that you spend in this hall now, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ആഡിങ് വാല്യൂ ആയിരിക്കും. ഈ വാല്യൂ കിട്ടാത്ത ഒരു കാര്യത്തിലും നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ബാക്കിയൊക്കെ മെക്കാനിക്കലായി മാറും. ഞാൻ ഇന്ന് രാവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്യാറ്. ഇറ്റ് വാസ് ഇൻ ദി ഓസ്പിസ് ഓഫ് ദി ജാപ്പനീസ്. അപ്പൊ ഞങ്ങള് സെയിം സിമിലർ കൈൻഡ് ഓഫ് ഒരു ടൂൺ ഞാൻ അവിടെ സെറ്റ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു ആ കോൺഫറൻസിൽ നിന്ന് ഈ ഞങ്ങളൊക്കെ കേട്ട് ബോറടിച്ച് പുറത്തു പോയി ഫൺ ആൻഡ് ഫോളി കാപ്പിയൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ച് പോകാനാണെങ്കിൽ പിന്നെ ആ കോൺഫറൻസ് കൊണ്ട് യാതൊരു കാര്യമില്ല. എവറിഥിങ് ദാറ്റ് യു ഡു യു മസ്റ്റ് ഫൈൻഡ് ദാറ്റ് വാല്യൂ ഫോർ യുവർസെൽഫ്. അപ്പൊ ഇത് ബോറടി ആണെന്ന് പറയുന്നതിന് പകരം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ആൻ എക്സ്പീരിയൻസ് ദാറ്റ് വിൽ ആഡ് ടു യു. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രൊഫഷൻ ബിക്കംസ്. ഞാൻ പറയാൻ കാരണം ഐ എം ഓൾവേസ് വെരി എക്സൈറ്റഡ് വെൻ ഐ ടോക്ക് അബൌട്ട് സീനിയേഴ്സ്. ഞാനിതിപ്പോ വളരെ സീനിയർ മോസ്റ്റ് എന്റെ വില വലുതാക്കി വെച്ചിട്ട് now when I talk about a senior, I go back to my days. Whatever I am, അത് നല്ലതോ ചീത്തയോ, that is for you to judge, but I place it at the pedestal of my seniors. I was very lucky to have one of the finest seniors. എന്റെ അച്ഛൻ തന്നെ ആയിരുന്നെങ്കിലും ഒരു സീനിയർ എന്ന് പറയുന്നത് എല്ലാ അച്ഛന്മാരും ചിലപ്പോൾ നല്ല സീനിയർ ആണ്. Told my son, you are lucky that I am not in the profession. I would have been a horrible senior. ഈ വക ബോറടിയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും so therefore ഒരു സീനിയർ എന്ന് പറയുന്ന അതൊരു പാഷനാണ്. And I call upon the seniors. I see a lot of seniors sitting here. Really, the synergy between seniors and juniors. നമ്മുടെ പ്രൊഫഷനിൽ ഏറ്റവും വലിയ കാര്യം. ഇതെന്തിനാണ് അവിടെ വെച്ചെന്ന് എനിക്കറിയില്ല. But I understand I'm overweight by at least 15-20. I don't know why.
നമ്മളെ സാറിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ മീ. നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാൻ സാധാരണ സാധിക്കില്ല. ബട്ട് നൗ ഐ എം ഏബിൾ ടു സീ ഓൾ ഓഫ് യു. ഐ റിമെമ്പർ മോസ്റ്റ് ഓഫ് യു കം ടു ദ ഹൈക്കോർട്ട്. അഞ്ചാം ഫ്ലോറിലെ 5 ആണ് എന്റെ കോടതി. പ്ലീസ് കം, പ്ലീസ് ആർഗ്യൂ. കം, ഓൺലൈനിൽ വരാം. പക്ഷെ ഐ വുഡ് urge you youngsters, please come to the high court. It's a different feel. ഇവിടെ മോശമല്ല, ഇറ്റ്സ് എക്സലന്റ്. one of the finest bars I have. There is a great honor. നമുക്ക് ടെക്നോളജി ഇല്ലാതെ പറ്റില്ല. നമുക്ക് ആ ടെക്നോളജി വരുന്ന സമയത്തുള്ള ഭയം മാറി. വി അണ്ടർസ്റ്റാൻഡ് ദ ടെക്നോളജി ഷുഡ് ഗോ വിത്ത് യു. അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതില്ലാതെ സാധിക്കില്ല. ശങ്കരൻ നായർ സാറിന്റെ മകളും മകനും കൂടെ ഉണ്ടെന്ന് പറയുന്നു. അവര് വൈഫുണ്ട്. ഓ മൈ ഗോഡ്, സോറി, ഐ ഷുഡ് ബി നിങ്ങളെയൊന്നും വിളിക്കുന്നില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് യു ഡൺ ടു ദ ബാർ. കാരണം ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെങ്കിലും ഇവിടുത്തെ സീനിയേഴ്സ് പോസിബിളി ഈ ഫെസിലിറ്റീസ് അവർക്ക് ചിലപ്പോൾ അവർക്ക് ഓഗ്മെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ജൂനിയേഴ്സ് അങ്ങനെ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രൊഫഷൻ, വെരി അൺഷുവർ പ്രൊഫഷൻ. ഐ എം സോ ഹാപ്പി ടു സീ സോ മെനി ഗേൾസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഒരു കാലത്ത് പെൺകുട്ടികൾ വരാത്തൊരു പ്രൊഫഷനായിരുന്നു. Now we have more and more girls. I think the subordinate judiciary എന്ന് പറയുന്നത്, and I don't like to use that, district judiciary, more girls than boys now, അല്ലേ? So it's a great revolution that we are seeing. അതിൽ നിങ്ങളുടെ ഈ contribution നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. It is invaluable, and I thank you for that. I'm sure your husband's soul is looking up and smiling. Really, he must be really very happy. Thank you for all that you've done for us, and thank you to all of you. I hope that you will all do very, very well. I have a lot of expectation on the bar today, on the younger bar today. I'm sure you will all turn out to be the finest in the country, if not in the world. You should. Adine namakku vendathu oru continuous commitment aanu. Nothing is impossible. Girls especially, there is no glass ceiling for you. Nothing is impossible. Anything is possible. Nammal adile eye vakkanam, kannu vakkiyanengil what you want to be, you will be. I wish all of you all the very best. Thank you so much. Thanks, sir, for your answers. Now we are happy because our Honorable Justice